കുറച്ച് വൈകിയാണെങ്കിലും സിംഗപ്പൂരിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് വീണ്ടും വരികയാണ്. ഞാൻ കുറേ തിരക്കുകൾ പരിപാടികളായിപ്പോയി. അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂർ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു അവിടുത്തെ ഒരു ഭയങ്കര വലിയൊരു മോളാണ്. എനിക്കത് മോളൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതിൻ്റെ അകത്തുള്ള രസകരമായിട്ടുള്ളൊരു ബോട്ടിങ് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അടിയിൽ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ അവരിങ്ങനെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. സോ നമ്മളവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ പൈസ കൊടുത്ത് ഇതിൽ കയറി ചുമ്മാ എത്ര ചെറിയ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോവാം. രസകരമായിട്ടുള്ള ഒരു പരിപാടി അത് കാണിച്ചു എന്നേ ഉള്ളൂ. യെസ്, അങ്ങനെ നമ്മൾ ഗാർഡൻസ് ബൈ ദ ബേയിൽ വന്നിരിക്കുകയാണ് സിംഗപ്പൂർ. ഇതൊരു കാണാൻ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ അവരൊരു അടിപൊളിയായിട്ട് അതിനെ ഒരുപാട് ലോകത്തിലെ എല്ലാ ഫ്ലവേഴ്സും ഇവിടെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അവർ ഒരു ഡോമിൻ്റെ അകത്ത് അത് അങ്ങനെ നട്ട് വളർത്തി അതിനെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന രീതികളാണ്. സോ നമുക്കതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് അത്, കാരണം ചെടികളായതുകൊണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂട് എങ്ങനെ കൺട്രോൾ ചെയ്യണോ അതൊക്കെ ഞാൻ പോകെ പറയാം. സോ അത്രയും ഒരു അടിപൊളി സ്ഥലത്താണ് വന്നേക്കണം. നമുക്കതാണ് കാണാൻ പോകേണ്ടത്. ഓക്കെ, റെഡി ഗൈസ്? ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വലിയ ഇവിടുത്തെ ഒരു ട്രീസാണ്. ഈ ട്രീസിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. ഏകദേശം 11 ട്രീസ് ഉണ്ട് ഇതുപോലത്തെ. ഇതിൻ്റെ അകത്ത് മഴ പെയ്യുമ്പോൾ ഉറപ്പായിട്ടും വെള്ളം താഴേക്ക് വരുന്ന രീതിയിൽ ഒരു റെയിൻ ഹാർവസ്റ്റ് ഒരു പ്ലാനിങ് ഉണ്ട്. അത് മാത്രമല്ല മെയിനായിട്ട്, പിന്നെ ഇതിൽ മുഴുവനും ചെടികൾ ഇങ്ങനെ പോയേക്കണം കേട്ടോ. ഈ ചെടികളുടെ അകത്ത് കൂടെ പൈപ്പുകൾ പോയിട്ടുണ്ട്. സോ അതിനെ വേരുകളായിട്ട് പ്ലാൻ ചെയ്ത് ഇതിൻ്റെ വേരുകളിലേക്ക് വെള്ളം വരുന്ന രീതിയിലൊക്കെ ഭയങ്കര ഒരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ചെടികളും ഇവിടുത്തെ ഓരോന്നും അവർ പരിപാലിക്കണ കാണുമ്പോൾ എൻ്റെ പൊന്ന് സാറേ വേറെ ലെവൽ. അങ്ങനെ ഈ ചെടികളെയൊക്കെ അവർ അത്രയും അടിപൊളിയായിട്ടാണ് പരിപാലിച്ചു പോരുന്നത്. ഇത്രയും വലിയ ട്രീസായിട്ടാണ്. ഇതിനെ വൈകുന്നേരം കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ അകത്ത് മുഴുവൻ ലൈറ്റ്സും ഒക്കെ ആയിട്ട് അത്ര ഹെവി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലവർ ഡോമിൻ്റെ അകത്തേക്ക് കയറുകയാണ്. സോ 2 ഡോമുകളാണ്. ഒന്ന് ഫോറസ്റ്റ് ഓപ്പണായി, അതെ. അത് കഴിഞ്ഞാൽ ഫ്ലവർ ഡോം. ഈ വേൾഡിലുള്ള എല്ലാ ഫ്ലവേഴ്സും ഇവിടെ ഉണ്ടെന്നാണ് പറയണത്. നമുക്ക് നോക്കാം. നമ്മൾ അടുത്തടുത്ത് ചെല്ലുമ്പോൾ ഡോറുകൾ തുറക്കും. കണ്ടോ? എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. ഇതെന്ത്? ഇതെന്താണ്? അതും വെയിലടിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കണേ. ഈ വലിയൊരു ഡൂമിൻ്റെ അകത്ത് ഭയങ്കര തണുപ്പാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും കയറി വന്നപ്പോൾ ഞങ്ങൾ ഞെട്ടിയത് അതാണ്. കാരണം സിംഗപ്പൂർ ഭയങ്കര ചൂടാണ്. ഈ ചൂടിൻ്റെ സമയത്തും ഇതിൻ്റെ അകത്ത് വെയിലടിക്കുന്നുണ്ട്. സ്ട്രെയിറ്റാണ് വെയിലടിക്കുന്നത്. കാരണം ഈ ചെടികൾക്ക് വെയിൽ വേണം. സോ ഒരു ചെടി സാധാരണ ഒരു പ്രകൃതിയിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് ഇവരതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അതിനു വേണ്ടി നോക്കേണ്ടി വരും. വെറുതെ AC വെക്കാൻ പറ്റില്ല, നേരിട്ട് AC ഈ ചെടികളിലേക്ക് അടിക്കാൻ പറ്റില്ല. സോ അത് എങ്ങനെ അങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാൻ ചെയ്താണ് ഇവിടെ അവരത് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടല്ലോ, ഇവര് ഈ ഗാർഡൻ പണിയുന്ന സമയത്ത് ഇവരൊരു കാര്യം തീരുമാനിച്ചു. കാരണം ഈ ചെടികൾ ഇതെല്ലാം നാച്ചുറൽ ചെടികളാണ്. സോ ഇവിടെ സിംഗപ്പൂരിൻ്റെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. ചില സമയത്ത് പെട്ടെന്ന് മഴ പെയ്യും. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഗ്ലാസ് ഒരു ഡോം ഉണ്ടാക്കിയിട്ട് അവർ ആ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ AC വെക്കാൻ പറ്റില്ല. ഇത്രയും വലിയ ഇതിൻ്റെ ഫുൾ AC എയർ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഹാംഫുൾ ആണ് നമ്മളുടെ ഭൂമിക്ക്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് എത്രയോ ലെയേഴ്സ് ഗ്ലാസ് ആണ്. അതിൻ്റെ താഴെയായിട്ട് പൈപ്പുകൾ പോകുന്നുണ്ട്. സോ ഈ പൈപ്പുകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളം കൊണ്ടാണ്
ആ പൈപ്പുകളെല്ലാം ഇതിന്റെ മുകളിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല പൈപ്പുകൾ, പക്ഷെ ഇതിന്റെ അകത്തുണ്ട് എന്നാണ് അവർ പറയുന്നത്. സോ ആ പൈപ്പുകളുടെ അകത്ത് തണുത്ത വെള്ളം കൊണ്ടുപോയിട്ടാണ് ഇതിന്റെ അകത്തുള്ള ആ കൺട്രോൾ ചെയ്ത് ആ തണുപ്പ് കാര്യങ്ങൾ ഈ ചെടിക്ക് വേണ്ട ആ കറക്റ്റ് ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെയായിരിക്കും ഒരു 23-24 ഡിഗ്രിയിലാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഒരു നോർമൽ നല്ലൊരു കാടിന്റെ അകത്തുള്ള ആ ഒരു തണുപ്പ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും സയൻസ് ടെക്നോളജിയും എല്ലാം യൂട്ടിലൈസ് ചെയ്ത് ചെടികൾക്ക് വേണ്ടി. ഇത് ഏകദേശം 1.5 ഏക്കറിലാണ് 2 ഡോമായിട്ട്, ഒന്ന് ഫ്ലവർ ഡോമുണ്ട്, പിന്നെ ഒന്ന് നമ്മളുടെ ഫോറസ്റ്റ് ഒരു ഡോമുണ്ട്. ഫോറസ്റ്റ് ഡോമിൽ സെക്കൻഡ് ഇൻസൈഡ് ഉള്ള വെള്ളച്ചാട്ടം സെക്കൻഡ് ആണ് ഈ ഇവിടെ ഉള്ളത്, നമ്മളുടെ ഗാർഡൻ ബൈ ദ ബേയിലുള്ളത്. ഫസ്റ്റ് എവിടെയാണ് ഉള്ളതെന്ന് പുള്ളി നമ്മളോട് ഗൈഡ് പറഞ്ഞതെന്നാണ് ചോദിച്ചപ്പോൾ, അതും സിംഗപ്പൂരാണ്. അത് നമ്മളുടെ ചാങ്കി എയർപോർട്ടിന്റെ അകത്ത്, അതൊക്കെ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. സോ അത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഓരോന്നും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വെയിലുണ്ട്, പക്ഷെ നമുക്ക് സുഖം ഇതിൻ്റെ അകത്തൂടെ നടക്കാൻ. ഇതൊരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്, ഒന്നും പറയാനില്ല. ഗാർഡൻ ബൈ ദി ബേ. ഇത് ഇവിടെ ഓരോ ചെടികളുടെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഇന്ന് ഒരു എപ്പിസോഡൊന്നും കൊണ്ട് തീരില്ല. കണ്ടോ, ഓരോ ചെടിക്കും അതിൻ്റെ എന്താണ്, അത് എവിടെ നിന്നുള്ളതാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അത് മറക്കരുത്. ഇത് കണ്ട, മെഡിറ്ററേനിയൻ ഗാർഡൻ. ഓരോന്നിനും ഓരോരോ ഗാർഡൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സുഖം അല്ലേ? ഇവിടുന്ന് മുഴുവൻ ഫ്ലവേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഫുൾ ഫ്ലവേഴ്സാണ് കേട്ടോ. അലോഹ റോസ്. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്തുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യണത് ഈ ഒരു പൈപ്പ് കണ്ടോ. ഈ പൈപ്പിനകത്തൂടെ തണുത്ത വെള്ളം വിട്ടിട്ടാണ് അവർ ആ കൺട്രോൾ ചെയ്യണത്, ഒരു തണുപ്പ് നിലനിർത്തുന്നത്. കാരണം ഈ ചെടിക്ക് ഒട്ടും ഹാംഫുൾ അല്ലാത്ത രീതിയിലാണ് അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും നേരെ, ഇത് എല്ലാം ലിഫ്റ്റും സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നമ്മൾ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുകളിലെ ഫ്ലോറിലേക്ക് ചെല്ലാം. സോ അതൊക്കെ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ. നമ്മൾ നേരെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഏരിയയിൽ ഇതുപോലെ തന്നെ ഇത് മുഴുവനും ഫുൾ ചെടികളും ഫ്ലവേഴ്സും മാത്രമുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം, പല തരത്തിലുള്ള
ചെടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വേൾഡിൽ ഇനി കിട്ടാത്ത ചെടികളൊന്നും തന്നെ ഇല്ല. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ ക്ലീൻ ചെയ്യലും പരിപാടികളും നനയ്ക്കലും അങ്ങനെയുള്ള കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ മുൾച്ചെടി പോലത്തെ സാധനങ്ങൾ, തൊടാൻ പറ്റില്ല, ഫുൾ മുള്ളാണ്. അങ്ങനെ ഇത് ഇനി ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് ഫ്ലവേഴ്സും ചെറിയ ചെറിയ ചെടികളാണെങ്കിൽ ഇവിടെ മുഴുവൻ വലിയ വലിയ നമ്മളുടെ വീടിനകത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീസും ഉണ്ട്, അല്ലാത്ത വലിയ മരങ്ങളും ഉണ്ട്. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ, അതൊരു സംഭവം തന്നെ. ഈ ചെടി വീണു പോവാതിരിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കണുണ്ടോ? കാരണം അത് അത്രയും വലുതായി. വേരിലുണ്ടാക്കിയിരിക്കുക. അങ്ങനെ നമ്മളുടെ സിംഗപ്പൂരുള്ള രണ്ടാമത്തെ എപ്പിസോഡ് ഓൾമോസ്റ്റ് തീരുകയാണ്. ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ചെടികളും ഇതൊരു വല്ലാത്ത അനുഭവമാണ് കേട്ടോ. കാരണം പുറത്ത് ഭീകര ചൂടാണ്. ആ ചൂടിൽ നിന്നും ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്തും വെയിലടിക്കുന്നുണ്ട്, പക്ഷെ ഒരു രീതിയിൽ നമുക്ക് ചൂടുണ്ടാവില്ല. അത്ര തണുപ്പാണ്, നല്ല രസകരമായിട്ടുള്ള ക്ലൈമറ്റ്. ഇതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ഗാർഡൻസ് ബൈ ദ ബേ. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകാൻ പോകുന്നത് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ അകത്തേക്കാണ്. ഇവർ തന്നെ പറഞ്ഞ പോലെ തന്നെ വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് വാട്ടർഫോൾ ഇൻഡോർ ആയിട്ടുള്ള വാട്ടർഫോൾ ഉള്ളത് ഇവിടെയാണ്. സോ അത് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിലാണ്. അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ സോവനിയേഴ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് കണ്ടില്ലേ, ഈ ഗാർഡൻസ് ബൈ ദ വേയുടെ സ്റ്റൈലിലുള്ള ഐസ്ക്രീമൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒന്ന് എടുത്തേ ഉള്ളൂ, കഴിച്ചു നോക്കിയില്ല. ഇത് കണ്ടോ, ഗാർഡൻസ് ബൈ ദ വേയുടെ വലിയ ട്രീസ് നമ്മൾ കണ്ടില്ലേ ഈ എപ്പിസോഡിൽ, അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കണം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അടുത്ത എപ്പിസോഡ് വേറെ ലെവൽ പരിപാടിയായിരിക്കും. ചെറിയൊരു ഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഞാൻ സൈനിങ് ഓഫ് പറയുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.